ഈ ദുനിയാവിൽ ജീവിച്ച സമയത്ത് നീ കുറെ വർത്തമാനം പറഞ്ഞ് അടിച്ചു പൊളിച്ച് നടന്നു. ഇനി കുറച്ച് അങ്ങോട്ട് പറയാനുണ്ട് അല്ലേ? ഇന്ന് മുസ്ലിം സഹോദരിമാർ നമ്മൾ പെൺകുട്ടികളെ തന്നെ പഠിക്കുന്നതാകുന്ന സ്കൂളിൽ കൊണ്ടുപോയി ഇടുന്നത് എന്തിനാ? സുരക്ഷിതത്വം കൂടുതലായി കിട്ടാനാണ്. ലസ്ബീനുകളായി ജീവിക്കുന്നതാകുന്ന ഫാത്തിമ എന്ന് പറയുന്ന സഹോദരിയും ആതിര എന്ന് പറയുന്ന സഹോദരി അടക്കം അവര് മാത്രമല്ല, കേരളത്തിൽ ഒരുപാട് പേരുണ്ട്. അവരാണ് ഇപ്പൊ കേസിന് പോയത്. വാപ്പ വിളിച്ചുകൊണ്ടുപോയി ഒരു പെണ്ണിനെ. അപ്പൊ ആ വാപ്പാക്കെതിരെ മറ്റേ പെണ്ണ് കേസ് കൊടുത്തു. ഞങ്ങൾ തമ്മിലുള്ള പ്രണയത്തെ, ഞങ്ങൾ തമ്മിലുള്ള ഒരുമിച്ചുള്ള ജീവിതത്തെ സുപ്രീം കോടതിയുടെ വിധിയെ മാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് അനുകൂലമായിട്ടൊരു വിധി തരണം, ഒരുമിച്ച് ജീവിക്കാൻ. അതിനെതിരായിട്ടാണ് ഇന്ന പെണ്ണിന്റെ വാപ്പ തയ്യാറാകുന്നത്. അതുകൊണ്ട് എനിക്ക് ആ പെണ്ണിനെ സ്വന്തം ഉപ്പയിൽ നിന്ന് അടർത്തി മാറ്റിയിട്ട് എന്റെ കൂടെ ജീവിക്കാൻ വിടണം. പോലീസുകാര് അതിന് അനുമതി കൊടുത്തു. ഒരുമിച്ച് ജീവിക്കുന്നു. എതിരായി നിൽക്കുന്ന വാപ്പായെ പിടിച്ച് ജയിലിലും ഇടുന്നു. ഇതാണ് ലോകം. അള്ളാഹു മളക്കാക്കട്ടെ. എവിടെ എത്തിപ്പോയി സമൂഹം? എന്താണ് വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? എന്താ വിദ്യ കൊണ്ട് അർത്ഥമാക്കുന്നത്? ഒരു സ്ത്രീയും പുരുഷനും ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിലാണ് സുഖവും ആനന്ദവും എന്ന് മാത്രമല്ല, അവർക്കിടയിൽ കാലാകാലം ജീവിതം ഉണ്ടാവുക. 30, 40, 50, 60 കൊല്ലമായി രക്ഷിതാക്കൾ, നമ്മുടെ മാതാപിതാക്കൾ ജീവിതം നയിക്കുന്നു. കെട്ടുറപ്പോടുകൂടി സുസ്ഥിരമായ ജീവിതം നയിക്കുകയാണ്. ഒരു പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ അവർക്ക് മക്കളെ വേണ്ട, അവർക്ക് ഗർഭം പേറണ്ട, അവർക്ക് നൊന്ത് പ്രസവിക്കണ്ട, അതിന്റെ ഏതെങ്കിലും ഒരു വ്യക്തികൾക്ക് കുട്ടിയെ പോറ്റുന്നതിന്റെ കഷ്ടപ്പാടുകളോ യാതനകളോ ഒന്നും തന്നെ സഹിക്കേണ്ടതില്ല. പിന്നെ എന്താ ലക്ഷ്യം? കേവലം ഭോഗം മാത്രം, ശാരീരിക സുഖം മാത്രം, വേറൊന്നുമില്ല. അത് മാത്രമാണ് അതിലൂടെ ലക്ഷ്യം. ഒരു സ്ത്രീയും പുരുഷനുമായിട്ട് എന്താവും ബന്ധപ്പെടുന്നതിലൂടെ എന്താണ് അവർക്കുണ്ടാകുന്നത്? എന്താ? സാലിഹായ ഒരു കുട്ടിയെ ജനിക്കാൻ. ആ കുട്ടി അള്ളാഹുവിന്റെ ദീനനുസരിച്ചുള്ള ജീവിതം നയിക്കുന്നു. ഒരു തലമുറയെ സൃഷ്ടിക്കപ്പെടുന്നു. മാത്രമല്ല അതിലൂടെ ഒരുപാട് കഷ്ടപ്പാടുകളും യാതനകളും രണ്ടുപേരും സഹിക്കാൻ തയ്യാറാകുന്നു. ഒരു കുടുംബത്തിന്റെ പേരിൽ കുട്ടിയെ ഗർഭം ധരിക്കുമ്പോ ആ ഗർഭധാരണ വേളയിൽ മാതാവ് സഹിക്കുന്ന യാതന എത്രയാണ്? സ്ത്രീ സഹിക്കുന്ന യാതന എത്രയാണ്? ആ കുട്ടിയെ നൊന്ത് പ്രസവിക്കുന്നു. അവർക്ക് 2 വർഷം മുലയൂട്ടുന്നു. ആ മുലയൂട്ടപ്പെടുന്ന കുട്ടിക്ക് വേണ്ടി രാപകലില്ലാതെ അധ്വാനിക്കാൻ ഭർത്താവാകുന്ന പ്രിയപ്പെട്ട പിതാവ് തയ്യാറാവുന്നു. ഇതൊന്നുമില്ല ഒരു പുരുഷനും ഒരു പെണ്ണും തമ്മിൽ ജീവിതം നയിക്കുമ്പോൾ. അതുകൊണ്ട് തന്നെയാണ് അത്തരത്തിലുള്ള ജീവിതങ്ങൾ ശാശ്വതത്വമാകാത്തത്. 4 കൊല്ലം 5 കൊല്ലം കഴിയുമ്പോഴേ അവർ അടിച്ചു പിരിയുന്നത് മാത്രമല്ല, മറ്റൊരു പെണ്ണുമായിട്ട് ഈ പെണ്ണിന് കണക്ഷനാകാൻ. ഈ 2 പുരുഷന്മാർക്കിടയിൽ ഉണ്ടായ ബന്ധം അത് 2 വർഷം കൊണ്ട് മാറുന്നത് എന്തുകൊണ്ട്? അതിലേതെങ്കിലും ഒരു പുരുഷൻ മറ്റൊരു പുരുഷനുമായിട്ട് ലൈംഗിക ബന്ധത്തിലേക്ക് ഏർപ്പെടും. കാരണം ഒരാളെ കൊണ്ട് സംതൃപ്തി അടയാൻ സാധിക്കില്ല. അത് പ്രകൃതി വിരുദ്ധമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. എവിടെയാണ് എത്തിപ്പോയി നമ്മുടെ ലോകം? എല്ലാ നന്മകളെയും എതിരായി തിന്മകൾക്ക് കുടപിടിക്കുന്ന കാലഘട്ടം. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇനി വരും തലമുറയുടെ അവസ്ഥ എന്താണ്? അടുത്ത തലമുറയുടെ അവസ്ഥ എന്താണ്? നമ്മളെ മക്കളെയൊക്കെ പഠിക്കാൻ വിടുന്നു, അവർക്ക് മൊബൈൽ ഫോൺ കൊടുക്കുന്നു. അവരുടെയൊക്കെ കണക്ഷൻ ഏത് കോലത്തിലാകും? ഏതൊക്കെ ബന്ധങ്ങളുണ്ട്? ഏതൊക്കെ വഴിവെട്ട രീതിയിലായി തീർന്നിട്ടുണ്ട്? നഊദുബില്ലാ. ആരാണ് ഇതൊക്കെ ചിന്തിക്കുക? നമ്മുടെ പെൺകുട്ടികൾ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് പോലും ചേർന്നിരിക്കാൻ ഭയക്കുന്ന കാലഘട്ടം എന്നർത്ഥം. അവർ തമ്മിൽ ബന്ധം അനാവശ്യമാകുന്ന വൈകല്യങ്ങളിലേക്ക് എത്തിപ്പെടുമോ എന്ന് മാതാപിതാക്കൾ, രക്ഷിതാക്കൾ ഭയക്കുന്ന കാലഘട്ടം. വളരെ ശ്രദ്ധിക്കണം നമ്മൾ. ഇനിയുള്ള കാലഘട്ടത്തിൽ എങ്ങനെയാണ്? നമ്മളൊരു പരിപാടിക്ക്, ഒരു പ്രോഗ്രാമിന് ചെല്ലുമ്പോഴും അവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ മക്കളെയൊക്കെ നമ്മൾ ഗൗനിക്കണം. അവരേത് രീതിക്കാണ് പോകുന്നത്, എവിടെയാണ് നിൽക്കുന്നത്, എവിടെയാണ് കിടക്കുന്നത്, രാത്രിയായാൽ അവരുടെ കിടപ്പ് എവിടെയാണ്, രക്ഷിതാക്കൾ ശ്രദ്ധിക്കണം. നമ്മുടെ ബന്ധുവീടുകളിലായിരുന്നാൽ പോലും. കാരണം ഒരു സെക്കൻഡ് മതി ജീവിതം അനാവശ്യമാകുന്ന തലത്തിലേക്ക് എത്തിപ്പെടാൻ. അതുകൊണ്ട് ഗൗരവമായി നമ്മൾ ഇതിനെ കാണണം. അള്ളാഹു നമ്മുടെ മക്കളെ സാലിഹീങ്ങൾ ചേർക്കട്ടെ. എന്ത് വേണം? എപ്പോഴും ദുആ ചെയ്യണം. അള്ളാഹു എനിക്ക് സാലിഹായ സന്താനത്തെ താ, എനിക്ക് നൽകിയിട്ടുള്ള മക്കളെ സാലിഹീങ്ങളാക്കണേ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാദിനാ വദുർരിയാതിനാ ഖുർറത അയുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമ. എന്റെ ഭാര്യ സന്താനങ്ങളെയെല്ലാം കൺകുളിർമയാകുന്ന ഭാര്യ സന്താനങ്ങളാക്കണേ. എപ്പോഴും സദാസമയം നമ്മൾ ദുആ ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ കൈകടിക്കേണ്ടി വരും. നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് ശ്രദ്ധിക്കണം. ആരാണ് അവന്റെ കൂട്ടുകാർ? നമ്മുടെ മകളുടെ കൂട്ടുകെട്ട് ആരാണ്? സ്കൂളിലേക്ക് പോകുമ്പോൾ, മദ്രസയിലേക്ക് പോകുമ്പോൾ അവൾ സ്ഥിരമായി ബന്ധപ്പെടുന്ന കൂട്ടുകാരി ദീനീബോധമുള്ള, മതനിഷ്ഠയുള്ള, ഇസ്ലാമും തഖ്വയും ഒക്കെ ഉള്ളതാകുന്ന കൂട്ടുകാരികളാണോ? ശ്രദ്ധിക്കണം നമ്മൾ.
നിസ്കാരം ഇല്ലാത്തവനായിട്ട് മക്കളെ കണക്ട് ചെയ്താൽ അവൻ നിസ്കാരമില്ലാത്തവനാകും. നിസ്കാരമുണ്ടെങ്കിൽ പോലും അത് ഇല്ലാതാവും, ഉറപ്പാണത്. മൊബൈൽ ഫോണിന് അഡിക്റ്റ് ആകുന്ന ഒരു കൂട്ടുകാരനുമായി, അല്ലെങ്കിൽ അശ്ലീല ചുവയുള്ള സംസാരമുള്ള ഒരു കൂട്ടുകാരനുമായി നിന്റെ മകനെയോ മകളെയോ ബന്ധപ്പെടുത്തിയാൽ ആ മകനും മകളും അതേ രീതിക്ക് എത്തിപ്പെടും, അതിൽ സംശയമില്ല. അതിന് വലിയ കാലതാമസമൊന്നും വേണ്ട, കുറഞ്ഞ കാലഘട്ടം കൊണ്ട് തന്നെ ആ രീതിയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. എന്താണ് അവന്റെ അവസ്ഥ? خلي خلة الخذلان خوف الخاتمة خالل خليلا خامل الوصف من الخلخال خال لا إله إلا الله. ഖല്ലീനി ഒഴിവാക്കണേ, ഖില്ലി എന്റെ സഹോദര, ഖുല്ലത്തൽ ഖിദ്ലാനി നിന്യന്മാരുമായിട്ടുള്ള സാവാസത്തെ നീ ഒഴിവാക്കണം. ഖൗഫൽ ഖാത്തിമ ആഖിറത്തെ ഭയപ്പെട്ടതിന് വേണ്ടി, മരണാനന്തര ജീവിതം എങ്ങനെയാകുമെന്ന് ഓർത്ത് അവിടെ രക്ഷപ്പെടാൻ വേണ്ടി ഇവിടെയുള്ള ദുഷിച്ച കൂട്ടുകെട്ടൊക്കെ ഒഴിവാക്കണം. ഇതുവരെ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ ഇനി നിർബന്ധമായിട്ട് ഒഴിവാക്കണം. കാരണം നമുക്ക് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. ഇവിടെ ദുനിയാവിൽ SSLCയോ അല്ലെങ്കിൽ നീറ്റ് എക്സാമിലോ അല്ലെങ്കിൽ +2 ഒന്നും ജയിച്ചോണ്ടൊന്നും ഒരു വിശേഷവും ഇല്ല. ഇവിടെ കുറെ സർട്ടിഫിക്കറ്റ് കിട്ടുന്നതല്ലാതെ ഇതൊന്നും കാര്യമില്ല. യഥാർത്ഥ പരീക്ഷ എന്ന് പറയുന്നത് ആഖിറത്തിലേക്കുള്ളതാകുന്ന പരീക്ഷയാണ്. അതാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ നിന്റെ നിസ്കാരം, നിന്റെ ഇബാദത്ത്, നിന്റെ തഖ്വ എത്രത്തോളം ഉണ്ടോ അതനുസരിച്ച് അവിടെ നീ രക്ഷപ്പെടും. അതുകൊണ്ട് എല്ലാ ദുഷിച്ച കൂട്ടുകെട്ടുകളെ ഒഴിവാക്കണം. ഖാലിൽ ഖലീലൻ ഖാമിലൽ വസ്ഫി മിനൽ ഖൽഖാലി ഖാലിൻ, എല്ലാ മ്ലേച്ഛതകളിൽ നിന്നും ഒഴിവായിട്ടുള്ള നല്ല സൽവൃത്തരാകുന്ന സച്ചരിതരാകുന്ന കൂട്ടുകാരെ കണ്ടെത്തി അവരുമായി ബന്ധം സ്ഥാപിക്കണം. അങ്ങനത്തെ കൂട്ടുകാരില്ലെങ്കിൽ അവരെ കണ്ടെത്തി ബന്ധം സ്ഥാപിക്കണം, എങ്കിലേ രക്ഷപ്പെടുകയുള്ളൂ. നല്ല സുഹൃത്ത് വലയം ഉണ്ടാക്കണം. ഇരിക്കുന്ന ഓരോരുത്തരും, ഞാൻ എന്നെയും നിങ്ങളെയും ഓരോരുത്തരും, സഹോദരിമാർ അവരെയും ഓരോരുത്തരും ഒന്ന് ചിന്തിക്കട്ടെ, നമ്മുടെ കൂട്ടുകെട്ട് ആരാണ് സഹോദരങ്ങളെ? നമ്മൾ എന്തുകൊണ്ടാണ് നിസ്കാരമില്ലാതായി പോയത്? നമുക്കെന്തുകൊണ്ട് ജുമുഅ നഷ്ടപ്പെട്ടു പോയി? നമുക്കെന്തുകൊണ്ട് വലിയ വലിയ വഅലിന്റെ സദസ്സുകൾ നഷ്ടപ്പെട്ടു പോയി? നമുക്കെന്തുകൊണ്ട് അറിവിന്റെ സദസ്സുകൾ ഒരു 10 മിനിറ്റ് ഇരിക്കാൻ മനസ്സില്ലാതായി പോയി? നമ്മൾ എന്തുകൊണ്ട് സദക്ക നൽകാതായി പോയി? എന്തുകൊണ്ട് നമ്മൾ എന്തുകൊണ്ട് ആത്മീയമാകുന്ന അറിവുകൾ നേടുന്നതിൽ പിറകോട്ട് പോയി? രാവിലെ നമ്മൾ എഴുന്നേറ്റ് വീടിന്റെ വാതിൽക്കൽ തന്നെ വന്നു, അവിടെ നല്ലൊരു പുസ്തകം ഇരിപ്പുണ്ട്, ദീനിയായ പുസ്തകമാണ്, അതവിടെ ഇരിപ്പുണ്ട്. അതിന് നമ്മൾ മുൻതൂക്കം കൊടുക്കുമോ? രാവിലെ വരുന്നതാകുന്ന പത്രമോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വാരികയ്ക്കോ ഏതിനാ നമ്മൾ മുൻതൂക്കം കൊടുക്കുക? വായിക്കാൻ കൂടുതൽ സമയം വേണ്ട. നമ്മുടെ മൊബൈൽ ഫോൺ, ആപ്പിൾ മൊബൈൽ ഫോൺ ആണെങ്കിൽ ആപ്പ് സ്റ്റോർ വഴിയും, ആൻഡ്രോയിഡ് മൊബൈൽ ഫോൺ ആണെങ്കിൽ ആൻഡ്രോയിഡിന്റെ വെർഷൻ വഴിയും തീർച്ചയായിട്ടും എല്ലാവർക്കും കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആയിട്ട് ഡൗൺലോഡ് ചെയ്യാം. പ്ലേ സ്റ്റോർ വഴിയും ഒക്കെ ഡൗൺലോഡ് ചെയ്യാം. എന്ത്? ഖുർആൻ ഡൗൺലോഡ് ചെയ്യാം, ഫ്രീ ആണ്. ഒരു 5 പൈസ മുതൽ മുടക്കില്ല. കുറഞ്ഞ MB വേണമെന്ന് മാത്രം, നെറ്റ് വേണം. ഖുർആൻ ഡൗൺലോഡ് ചെയ്തിട്ട് എത്ര ആളുകൾ നമ്മുടെ മൊബൈലിൽ യാത്ര ചെയ്യുന്ന സമയത്തോ ഖുർആൻ ഓതുന്നവരുണ്ട്? എത്ര പേരുണ്ട്? എന്നാൽ ഇതേ മൊബൈൽ ഫോണിൽ തന്നെ എത്രയോ ആപ്പുകൾ വ്യത്യസ്ത ആവശ്യങ്ങൾക്ക് വേണ്ടി, ട്രെയിനിന് വേണ്ടി, ബസ്സിന് വേണ്ടി, ഫ്ലൈറ്റ് ടിക്കറ്റ് വേണ്ടി ഒക്കെ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. സുരക്ഷിതത്തിന് വേണ്ടിയൊക്കെ എത്രയോ ആപ്പുകൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. പല ഫയലുകളും മാതാപിതാക്കൾ പോലും അറിയാത്ത എത്രയോ അശ്ലീല വീഡിയോകൾ വരെ ഹൈഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്രയോ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്ത ചെറുപ്പക്കാരുണ്ട്, അല്ലേ? പക്ഷെ ഖുർആൻ നമ്മളൊരു 10 MB പോലും ചെലവാക്കിയിട്ട് നമ്മൾ അത് ഇൻസ്റ്റാൾ ചെയ്ത് ഓതാൻ നമ്മൾ ആരും തയ്യാറാകുന്നില്ല. ഫ്രീ ആയിട്ട് കിട്ടും, ആപ്പ് സ്റ്റോർ വഴിയും പ്ലേ സ്റ്റോർ വഴിയും. ഇനി അത് ഡൗൺലോഡ് ചെയ്തവരെ വെറുതെ മൊബൈൽ വെച്ചതല്ലാതെ ഓതുന്നവരില്ല. എവിടെയാണ് നമ്മുടെ അവസ്ഥ? യാത്ര പോകുന്ന സന്ദർഭങ്ങൾ ഓതാവല്ലോ, എപ്പോഴും കൂടെ ഉള്ളതാണല്ലോ മൊബൈൽ ഫോൺ. പക്ഷെ ഈ മൊബൈൽ ഫോണിൽ തന്നെ ഖുർആൻ ഉണ്ടായിരിക്കെ തന്നെ അതിനുള്ളിലതാകുന്ന വാട്സാപ്പും ഫേസ്ബുക്കും എത്ര മണിക്കൂറാ സഹോദരങ്ങളെ നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മൾ നമ്മുടെ സമയങ്ങളെ അനാവശ്യ മേഖലകളിൽ കൊന്നുകളയുന്നത് എത്രയാണ്? നമ്മുടെ ഓരോ സമയവും വിലപ്പെട്ടതാണ്. ഫേസ്ബുക്കിലും വാട്സാപ്പും ഒക്കെ ഉപയോഗിക്കുന്നവർ ചിന്തിക്കിൻ, നാളെ ആഖിറത്തിലെത്തുമ്പോ ഈ സമയവും സന്ദർഭവും ഒക്കെ നിനക്കെതിരാകും. നിന്റെ കൂടുതൽ സമയം നീ സോഷ്യൽ മീഡിയയുമായി നീ പരതാൻ പാടില്ല.
അതിലെന്തെങ്കിലും ആത്മീയപരമാകുന്ന അറിവോ അല്ലെങ്കിൽ ഭൗതികപരമാകുന്ന അറിവോ സമ്പാദിക്കുക എന്നുള്ളതല്ലാതെ അനാവശ്യ മേഖലകളിലേക്ക് നീ തിരിയാൻ പാടില്ല. ഇത് രണ്ടും നേടിയാൽ തന്നെയും അള്ളാഹുവിനെ ഓർത്ത് സ്മരിക്കുന്ന ചില സമയങ്ങളും സന്ദർഭങ്ങളും ഉണ്ട്. നിന്റെ നിസ്കാരം, നിന്റെ ഇബാദത്ത് അതിന് തടസ്സമാകാൻ പാടില്ല. അതിന്റെ സമയം ഇത് മാറ്റിവെക്കണം, ഇല്ലെങ്കിൽ പോയി. ബഹുമാനപ്പെട്ട മർഹൂം ഷേഖുന തഴവ ഉസ്താദ് അവറുകൾ, അള്ളാഹുവിന്റെ ദറജ ഉയർത്തട്ടെ. എന്റെ ഉമ്മയുടെ ഉപ്പയാണ്, നിങ്ങൾക്കെല്ലാം അറിയാം. ബഹുമാനപ്പെട്ടവർ അവസാന കാലഘട്ടമായപ്പോ അവിടുന്ന് വഫാത്തിന്റെ സന്ദർഭത്തിന്റെ സമയമൊക്കെ അടുത്ത സമയത്ത് ആലിമീങ്ങൾക്ക് കൊടുക്കുന്നത് 3 മിനിറ്റാണ് സംസാരിക്കാൻ. ആലിമാണോ 3 മിനിറ്റ്, സാധാരണക്കാരനാണോ 2 മിനിറ്റ്, അതിനപ്പുറത്തേക്ക് സംസാരം ഇല്ല. 3 മിനിറ്റ് ആവുമ്പോൾ അദ്ദേഹം പറയുന്നത് ഇൻഷാ അല്ലാഹ് കാര്യം കഴിഞ്ഞില്ലേ, 3 മിനിറ്റിനുള്ളിൽ വർത്തമാനം പറഞ്ഞ് തീർത്തോണം. ദ്വാരപ്പിക്കാനുണ്ടെങ്കിൽ, മസ്അല ചോദിക്കാനുണ്ടെങ്കിൽ വിഷയം പറഞ്ഞ് തീർക്കണം. എന്താ കാര്യം? 3 മിനിറ്റ് കഴിയുമ്പോൾ അദ്ദേഹം പറയും, എനിക്ക് നിങ്ങളോട് ഇനി സംസാരിച്ചിരിക്കാൻ സമയമില്ല, കാരണം എനിക്ക് എൻ്റെതായ സമയം ഇവിടെ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ദുന്യാവ് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളോട് കഥ പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് സമയമില്ല, എനിക്ക് എന്റേതായ അമൽ ചെയ്യാനുള്ള സന്ദർഭവും സമയവും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് 3 മിനിറ്റ് മതി, ധാരാളമായി. ആലിമിനെ ബൈക്ക് വെക്കോ, ആലിമായ മനുഷ്യനാണോ ബൈക്ക് വെക്കോ, നിങ്ങൾ നിങ്ങളുടെ പണി ചെയ്തോ. അതുകൊണ്ട് എന്തായി, അവരൊക്കെ സമുന്നതരായ പണ്ഡിതന്മാരായി മാറി. ഇന്നും ലോകം അവരെ ആദരിക്കുന്നു. തഴവ എന്ന ഗ്രാമം നമ്മൾ എവിടെ ചെന്ന് പറഞ്ഞാലും എല്ലാ സ്ഥലങ്ങളിലും എത്തിപ്പെട്ടു. ഇന്നിപ്പോ സോഷ്യൽ മീഡിയ അധികരിച്ച കാലഘട്ടം, ഇന്നിപ്പോ യൂട്യൂബ് എടുത്ത് കുമ്മനോത്സാഹം അടിച്ചാൽ നിങ്ങൾക്ക് പ്രഭാഷണം കിട്ടുന്ന കാലഘട്ടം, വീട്ടിന്റെ അകത്തളങ്ങളിൽ ഇരുന്നാൽ കിട്ടുന്ന കാലഘട്ടം. ഇതൊന്നുമില്ലാത്ത കാലഘട്ടത്തിൽ ഫേസ്ബുക്ക് ഇല്ല, വാട്സാപ്പ് ഇല്ല, സോഷ്യൽ മീഡിയയുടെ തരംഗങ്ങളില്ല, ഒരു ടെലഗ്രാമോ മറ്റൊന്നും ഇല്ലാത്തതാകുന്ന ഒരു കാലഘട്ടത്തിൽ ബഹുമാനപ്പെട്ട തഴവ ഉസ്താദ് എത്തിപ്പെടാത്ത സ്ഥലം ഏതാണ് സഹോദരങ്ങളെ? ഈ കൊച്ചു കേരളത്തിൽ നമ്മൾ ചിന്തിക്കണം. ഞാൻ എവിടെ ചെന്നാൽ അവിടെയൊക്കെ പറയും, ഇവിടെ ഇങ്ങടെ വല്യുപ്പ 10 ദിവസം വാത് പറഞ്ഞാൽ, ഇവിടെ ഇങ്ങടെ വല്യുപ്പ 7 ദിവസം പറഞ്ഞാൽ. കോഴിക്കോട് കുറ്റിച്ചിറയിൽ തുടർച്ചയായി ബഹുമാനപ്പെട്ടവർ 68 ദിവസം തുടർച്ചയായി വാത് പറഞ്ഞത് ഇന്ന് വരെ കേരളത്തിൽ മറ്റൊരു പ്രഭാഷകൻ മറികടക്കാൻ സാധിച്ചിട്ടില്ല. നമ്മൾ മനസ്സിലാക്കണം. ഒരു നാട്ടിൽ ഇത്ര ദിവസം 68 ദിവസം തുടർച്ചയായി ഒരു വിഷയത്തെ സംബന്ധിച്ച് വാത് പറയാൻ. എന്നിട്ട് ആ വിഷയം തീർന്നോ? ഇല്ല, അടുത്ത വർഷം 1 മാസം കൂടി ഡേറ്റ് കൊടുത്തിട്ടാണ് ആ വിഷയം പൂർത്തീകരിച്ചത്. അത്രയേറെ അറിവിന്റെ ആഴിയിലൂടെ സഞ്ചരിച്ച മഹാന്മാർ അവർ നമ്മുടെ തൊട്ടടുത്ത ആളുകളാണ്. മനസ്സിലാക്കണം. നമ്മൾ 4 ദിവസം വാത് കഴിഞ്ഞപ്പോ തന്നെ മടുത്ത് എഴുന്നേക്കാണ്, പാട്ടും പാടി പോവാ. അസ്സലാമു അലൈക്കും.